തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. റെയിൽവേ ക്രോസിന് സമീപത്തെ വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. തിരുവല്ല പോലീസ് എത്തി കുഞ്ഞിനെ സുരക്ഷിതമായ ആശുപത്രിയിലേക്ക് മാറ്റി. കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപത്തെ ചായക്കടയിൽ നിലത്ത് വിരിച്ച തുണിയിലാണ് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കടയുടമ ജയരാജൻ രാവിലെ ചായക്കട തുറക്കാൻ എത്തിയപ്പോഴാണ് തണുത്തുവിറച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടത്. ജയരാജൻ സമീപവാസികളെയും തുടർന്ന് പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് എത്തി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി മാറ്റി. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ച് അങ്ങോട്ടുമ്പോൾ അവളും കിടന്ന് അലക്കുക എന്നുള്ളത്. പിന്നെ അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ച് പറഞ്ഞ്, അപ്പോൾ പിന്നെ കൊച്ചുമോൻ വന്ന് കൊച്ചുമോനെ വിളിച്ച് പോലീസിനെ വിളിച്ച് അവർ കൊണ്ടുപോയി. ആരാ എന്താ കൊണ്ടുവച്ചെന്നൊന്നും അറിയത്തില്ല. രാജ അവിടെ പശുവിനെ അവർ പ്രസവിച്ച കാരണം അവരെ ഉറങ്ങിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ അപ്പുറം ആയതുകൊണ്ട് ആരും കണ്ടില്ല. തട്ടുകടയുടെ വാതുക്കലായിട്ട് ഒരു പൊടി കുഞ്ഞിനെ കണ്ടു, കരയുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു, ഞാനും വന്ന് കണ്ടു. അതിൻ്റെ വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരും ഇറങ്ങി വന്നു. ഒരു 1.5 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് തിരുവല്ല പോലീസ് സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ശിശുക്ഷേമ സമിതിയുടെ പരിചരണത്തിലേക്ക് മാറ്റും. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.